അവസ്ഥകളുടെ മേൽ കർത്താവ് നിങ്ങൾക്ക് പുഷ്ടി പ്രാപിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാക്കാൻ പോകുന്നു. നിങ്ങൾ എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ, എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, ആരാലും വിടുവിക്കാൻ കഴിയത്തില്ല എന്നൊരു അവസ്ഥയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ ചാരെ ഇന്ന് നല്ലവനായ കർത്താവുണ്ട്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കഴിഞ്ഞു പോയതിനെ നിങ്ങൾ നോക്കണ്ട. ഇനി വരാനുള്ള വൻ നന്മകളെ ഓർത്ത് നിങ്ങൾ ഇപ്പോഴേ സന്തോഷിക്കുക. നിങ്ങൾ കാണുക, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എൻ്റെ അസുഖങ്ങൾ മാറി, എൻ്റെ വീട്ടിലെ കടഭാരങ്ങൾ മാറി, ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥകൾ മാറി, ഞാൻ സന്തോഷത്തോടെ എൻ്റെ സ്വന്തം ഭവനത്തിൽ ഞാൻ ജീവിക്കും. എൻ്റെ സ്ഥലം വിൽക്കാനുള്ള ആ സ്ഥലം വിറ്റ് ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. ഞാൻ സന്തോഷത്തോടെ ഞാൻ നടക്കും. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമാകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. എന്നെ ഉയർത്തി മാനിച്ച് കർത്താവ് അനുഗ്രഹിക്കും. എൻ്റെ മക്കളെ അനുഗ്രഹിക്കും. എൻ്റെ സമ്പത്തിൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം നൽകും. എൻ്റെ രോഗാവസ്ഥകളുടെ മേൽ കർത്താവ് എന്നെ സൗഖ്യമാക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ അത് അംഗീകരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളത് ഇമാജിൻ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അസാധാരണമായ അത്ഭുതം ചെയ്യും. പ്രിയ മക്കളെ,